2 മാസത്തിനിടെ സംസ്ഥാനത്ത് 50ഓളം ബോംബ് ഭീഷണികൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സെക്രട്ടേറിയറ്റിലും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടും പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. ശരിയായ IP വിലാസം കണ്ടെത്താനുള്ള നടപടി തുടരുന്നുവെന്നാണ് പോലീസിന്റെ മറുപടി. ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ആശങ്കപ്പെടുത്തുന്ന പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സെക്രട്ടേറിയറ്റ്, കോടതികൾ, വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കാണ് ബോംബ് ഭീഷണി ഇമെയിൽ സന്ദേശമായി എത്തിയത്. എല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും ആശങ്കപ്പെടുത്തുന്ന പ്രതികൾ ഇപ്പോഴും കാണാമറയത്ത് തുടരുകയാണ്. വ്യാജ ബോംബ് ഭീഷണി കൂടുതലും ജിമെയിൽ വഴിയാണ് എത്തിയത്. ഹോട്ട്മെയിൽ, ഔട്ട്ലുക്ക് മുഖേനയും ചിലയിടങ്ങളിൽ വ്യാജ സന്ദേശമെത്തി. പ്രതികളെ കണ്ടെത്താൻ സൈബർ പോലീസ് ജിമെയിലിന്റെയും മൈക്രോസോഫ്റ്റിന്റെയും സഹായം തേടിയിരുന്നു. എന്നാൽ ഉപകാരപ്രദമായ ഒരു വിവരവും ലഭിച്ചില്ല. ഡാർക്ക് നെറ്റ് ഉപയോഗിച്ച് ഇമെയിൽ അയക്കുന്നവരുടെ IP വിലാസം വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണം കാര്യക്ഷമമാണെന്നും IP വിലാസം കണ്ടെത്താൻ സമയമെടുക്കുന്നതാണ് പ്രശ്നമെന്നുമാണ് സൈബർ പോലീസ് പറയുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.